ആമിക്കുട്ടിയെ പിയോ നമ്മളൊക്കെ അമർത്തിയിരിക്കണ്ടല്ലോ, അത് കേടായതല്ലോ നമ്മുടെ. എന്നിട്ട് ഇപ്പൊ കാര്യമായിട്ട് അമർത്തണേ ഏവാ എന്തേ എന്നിട്ട് മൊബൈലിലെ അതെ. അല്ലടി നമുക്ക് ആമിക്കുട്ടീനെ എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് പഠിപ്പിച്ചാലോ? അതെ, പക്ഷെ നമ്മള് എന്താ പറയാ നേരില്ലാത്ത കാരണല്ലേ വിടാത്ത. ആമിക്കുട്ടിക്ക് ഏത് പഠിക്കാൻ ഇഷ്ടം? ആമിക്കുട്ടി പിയാനോ തന്നെ പഠിക്കാൻ ഇഷ്ടം? വേറെ കുറെ ഇൻസ്ട്രുമെന്റ് ഉണ്ട് കേട്ടോ, വയലിൻ, ഗിത്താറ്, അതൊക്കെ. ഏതൊക്കെയാണ്? കൂടുതൽ ഇഷ്ടം പിയാനോ. അപ്പോഴേ അച്ഛനെ ഈ വരുന്ന ഈ വീക്കെൻഡിലെ സ്ഥലത്തേക്ക് കൊണ്ടുപോവാം. രേവ നമ്മുടെ സദ്ഗമയിലേക്ക് ഒന്ന് കൊണ്ടുപോയി നോക്കാം. അതെ, അവിടെ കരാമേലാണ്, പക്ഷെ ഇത്തിരി ദൂരമുണ്ട്, എന്നാലും അതെ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അപ്പൊ നമ്മുടെ ആമിക്കുട്ടീനെ അവിടെ ഒന്ന് എന്താ പറയാ ചേർക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അതാണ് പ്രശ്നം, ഈ കുഞ്ഞി 5 വയസ്സിലാവണുള്ളൂ. സംഭവം ഇപ്പളേ പഠിക്കുന്നത് നല്ലത്. ഡാൻസ് ആയാലും പാട്ടായാലും ഈ ഒരു പ്രായം നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. അവിടെ ആദ്യം പോയിട്ട് നമ്മൾ വിചാരിച്ച പോലെ അല്ലെങ്കിലോ നമുക്ക് ആദ്യം പോയിട്ട് അന്വേഷിച്ച് നോക്കാം. അതെ, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് പഠിച്ചിരിക്കുന്നല്ലേ. അപ്പൊ ആമിക്കുട്ടിയെ നമുക്ക് ഈ വീക്കെൻഡിൽ ഒന്ന് പോയി നോക്കാം. നമുക്ക് വരാൻ നമ്മൾ എന്തായാലും അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാലോ. അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ സദ്ഗമയിലേക്ക് പോവാട്ടാ. കരാമയിലാണ് സദ്ഗമയുള്ളത്. അപ്പൊ നമ്മുടെ ആമിക്കുട്ടിനെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോ കീബോർഡിൽ പിയാനോ അതാണ്. അപ്പൊ ആമിക്കുട്ടിക്ക് അത് തന്നെയാണ് ഇൻട്രസ്റ്റ്. അപ്പൊ ആമിക്കുട്ടിയോട് ഇണ്ടിട്ടാ. അപ്പോൾ നമ്മളത് പഠിക്കാം. അപ്പോൾ വേറെ കുറെ ക്ലാസ്സുകൾ അവിടെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയുള്ളതെന്ന് അവിടെ വിശദമായിട്ട് നമ്മൾ കാണിച്ചു തരട്ടെ. എന്തായാലും ആമി പഠിക്കുന്ന സ്ഥലവും അവിടുത്തെ സാറിനെയും എല്ലാവരും നമ്മൾ പരിചയപ്പെടുത്തി തരാട്ടാ. അപ്പോൾ എന്താ നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങനെ ഞങ്ങളിത് കരാമയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. സദ്ഗമയ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുറത്താണ്. ഈ സദ്ഗമയ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് സ്പോർട്സ് ബേയിലാണ്, കരാമ സ്പോർട്സ് ബേയിലാണ്. ഈ കാണുന്നതാണ് കരാമ സ്പോർട്സ് ബേ. ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട്, അതിൻ്റെയൊക്കെ അടുത്തായിട്ടാണ്. പാർക്കിങ്ങും അടിപൊളി വലിയ പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോവാം കേട്ടോ. ആമിക്കുട്ടിയാ ഏതി കൂടെ റോഡ് മുറിച്ചെടുക്കാൻ നമുക്ക് ഏതി കൂടെ പോവാ ആമിയ? ഈ റോഡ് മുറിച്ചെടുക്കാൻ പെഡസ്ട്രിയൻ ക്രോസിംഗ്. അതന്നെ സീബ്ര ക്രോസിംഗ്. ഹെലികോപ്റ്റർ കണ്ടു, കുറെ പോകുന്നുണ്ട്. അപ്പൊ ഇതാണ് കേട്ടോ സ്പോർട്സ് ബാൻഡ് ബോർഡ്. ഇതിന്റെ ഉള്ളിലാണ് നമ്മുടെ സദ്ഗമയ ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത് അല്ലേ രേവ? നല്ല പച്ചപ്പ്, ഹരിതാപം. അപ്പോൾ നമ്മൾ സദ്ഗമയ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കോറിഡോറിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരുപാട് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഡിസ്പ്ലേക്ക്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എത്തി, കുറച്ച് പേരൊക്കെ കണ്ടു, വർത്താനൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ സാറിനോട് ചെന്നിട്ട് ഇത് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതെ, ആമിക്കുട്ടി നല്ല പരിചയമുണ്ട് സാറിന് അല്ലേ? എന്തിനാ വന്നേന്ന്? ആമിക്കുട്ടിക്ക് പിയാനോ പഠിക്കണം. ആമിക്കുട്ടിയുടെ കയ്യിൽ ഒരു പിയാനോ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളൊരു ടോയ് ഷോപ്പിൽ നിന്ന് വെച്ചത് ഇല്ലേ? കേടായി, അത് ബാറ്ററി അത് കാരണല്ലേ? പുതിയ പിയാനോ വേണം അല്ലേ? പഠിച്ചിട്ട് നമുക്ക് ബിജു നാരായണ ചേട്ടന്റെ കൂടെ ഒക്കെ വായിക്കണം. കണ്ട വീഡിയോ കണ്ടിരുന്നോ? അടുത്തത് നമുക്ക് മധുബാലകൃഷ്ണൻ ചേട്ടന്റെ കൂടെ അങ്കിളുടെ കൂടെ വായിക്കണം. ഇവിടെ സാറേ നമുക്ക് ഇവിടെ ഏതൊക്കെ ക്ലാസ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്? നമുക്ക് കീബോർഡ്, ഗിറ്റാർ, ഡ്രംസ്, വയലിൻ, പിയാനോ, വോക്കൽ. അതെ, ഇവിടെ സ്പെഷ്യലി കുട്ടികൾക്ക് മാത്രമാണോ അതോ വലിയ ആളുകൾക്കും പഠിക്കാൻ പറ്റും? ഫാമിലി പാക്കേജ് ആണ്, എല്ലാവർക്കും പഠിക്കാം. അച്ഛൻ ഗിറ്റാർ പഠിക്കുന്ന, അമ്മ വയലിൻ. അവരെ ഏതാ പഠിക്കുന്നത്? ഏതാ പഠിക്കുന്നത്? വയലിന് താല്പര്യം? വയലിൻ ഫുള്ള് ലേഡീസിന് നല്ലൊരു ബാച്ച്. അതെ. അപ്പൊ അച്ഛനെന്താ ചെയ്യണ്ടേ? അച്ഛൻ എന്നിട്ട് പഠിക്കണ്ടേ ആമി? തുടങ്ങാം, ഫാമിലി ബാൻഡ്. അമ്മയെ പാടി, അച്ഛൻ ഡ്രംസ്, കൊട്ടി അവസാനിപ്പിക്കാം. അച്ഛൻ കൊട്ടി അവസാനിപ്പിക്കുന്നു. അപ്പൊ നമുക്ക് നോക്കിയാലോ ആമിക്കുട്ടിയെ? ശരിയായിട്ട് സ്റ്റാർട്ട് ചെയ്യണം കേട്ടാ. അതെ, പോയാലോ? ക്ലാസ് റൂമിലേക്ക് പോവാം നമുക്ക്. ബൈ. ഇതാണ് കേട്ടോ നമ്മുടെ ആമിക്കുട്ടി പഠിക്കാൻ പോണ പിയാനോ റൂം. ഇവിടെയാണ് നമ്മുടെ ക്ലാസ്സുകളൊക്കെ നടക്കുന്നത്. ആമി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവല്ലേ? ഒരു ഡൗട്ട് ഉണ്ട്, ക്ലിയർ ആക്കി തരും. ഓക്കെ, ഹൗ മെനി ബ്ലാക്ക് നോട്ട് ഹിയർ? 2. ഇവിടെ എത്രയുണ്ട്?
3. ഇവിടെ ഇവിടെ 2 അല്ലേ? എത്ര ഗ്രൂപ്പ് ഉള്ളത് അപ്പോ? 2, 3, 2, 3 ബ്ലാക്ക് നോട്ട് ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, 2 ബ്ലാക്ക് നോട്ട് ഓഫ് ലെഫ്റ്റ് വൈറ്റ് ഈസ് കോളിംഗ് സി. എങ്ങനെ സി കണ്ടുപിടിക്കുക? 2 ബ്ലാക്കിന്റെ ലെഫ്റ്റ്. അപ്പൊ എനിക്കിത് വേറെ സി കാണിച്ചേ. യേസ്, ഇനി ഇവിടെ ഉണ്ടല്ലോ, കാണിച്ചേ. യേസ്, ഇവിടെ ഉണ്ടോ? ഗുഡ്, ഇവിടെ ഉണ്ടോ? സൂപ്പർ. ഓക്കെ, ഇനി നമ്മൾ സിയിൽ ഫസ്റ്റ് ഫിംഗർ വയ്ക്കും. ഇത് സി. ഓക്കെ, സി, ഡി, ഇ, എഫ്, ജി എന്ന് വായിച്ചേ. സി, ഡി, ഇ, ഇ, ഡി, സി, സി, ഡി, ഇ, കുഞ്ഞിക്കൈ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഇതേ നമ്മുടെ ആമിക്കുട്ടിയുടെ ഫസ്റ്റ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കട്ടെ. അപ്പൊ നമ്മളിങ്ങോട്ട് പോകുന്ന ഒരു ശല്യപ്പെടുത്തണ്ട. ആമി സാറ് നല്ല കമ്പനി അല്ല ചേട്ടാ, നല്ല കമ്പനി അടിച്ച് പഠിക്കുന്നുണ്ട്. നമ്മൾ പഠിക്കുകയാണെന്നുള്ള ഒരു ഫീൽ ഒന്നും ഇല്ല, എൻജോയ് ചെയ്ത് കളിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ബാക്കിയുള്ള എന്താ പറയാ ക്ലാസ്സുകളിൽ ഒന്ന് പോയി നോക്കിയാലോ. അപ്പൊ നമുക്കിത് ഇവിടുത്തെ റിസപ്ഷനിലെ ഒരു ചേച്ചീനെ കിട്ടിയില്ല. ചേച്ചി ഒന്നുമല്ല, അനിയത്തിയാണ്. ഗുരുപ്രിയ എന്നാണ് പേര് അല്ലേ? നാട്ടിലെവിടെയാ? ഹായ്, നാട്ടിലെവിടെയാ? ഞാൻ എറണാകുളം. എറണാകുളം. അപ്പൊ നമ്മുടെ അയൽവക്ക ജില്ലയാണ്. ഇതിപ്പോ ഡ്രംസ്. ആമി ഇത് പഠിക്കാൻ എന്നോട് പറഞ്ഞതുകൊണ്ട് ആമി. അതെ, അപ്പൊ ഇനി നെക്സ്റ്റ് റൂം. ബാക്കി ഇതൊക്കെ നമ്മുടെ പ്രാക്ടീസ് റൂമാണ് വരുന്നത്. ഇതിൽ ഇൻസ്ട്രുമെന്റ്സ് ഇല്ലാത്ത ആൾക്കാരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇവിടെ നമുക്ക് പ്രാക്ടീസ് നമുക്ക് 3-4 റൂംസ് ഉണ്ട്, നമുക്ക് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. അപ്പൊ അവർക്ക് ഇവിടെ ഫ്രീ ആയിട്ട് വന്നിരുന്നിട്ട് നമ്മൾ ഈ ഒരു ഡോർ ക്ലോസ് ചെയ്ത് അവിടുത്തെ ഇവിടുത്തെ സൗണ്ട് അങ്ങനത്തെ ഓരോ റൂമായിട്ട് വെച്ച് പല ഇൻസ്ട്രുമെന്റ് ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് റൂമിലേക്ക് പോകാം. അവിടെ കുട്ടികൾ ഓൾറെഡി ഉണ്ടെന്ന് തോന്നുന്നില്ലേ? അവിടെ ഓൾറെഡി കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് നമുക്ക് ബുദ്ധിമുട്ടിക്കണോ? ഇത് ഇവിടുത്തെ വെയിറ്റിംഗ് ഏരിയ കേട്ടാ. ഈ ഒരു പ്രോഗ്രാം എന്തായിരുന്നു? ദേവദൂതൻ പ്രോഗ്രാം ഉണ്ടായിരുന്നേ. ഇത് ദുബായിലല്ലേ നടന്നത്? അവിടെ വെച്ച് നടന്ന പ്രോഗ്രാം ആയിരുന്നില്ല? അവിടുത്തെ കുട്ടികളല്ലായിരുന്നു? അതെ, അങ്ങനത്തെ ഒരു അവസരം കിട്ടും. ദേവേദ പഠിക്കാൻ ഉദ്ദേശിച്ചത് പറഞ്ഞാൽ വയലിൻ. അപ്പൊ ഇങ്ങനെ കാണാം. ഇതല്ല, വയലിൻ വരുമ്പോ കാണാം. അതെ, അപ്പം മോർ ദാൻ ജസ്റ്റ് പഠിച്ച് ഇവിടുന്ന് ഇറങ്ങുക എന്നുള്ളതല്ല, നമുക്കൊരു എക്സ്പോഷർ, അവർക്കൊരു കോൺഫിഡൻസ്. അവർ സ്കൂളിൽ നിന്നൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ അവർ ആ ബാൻഡ് ലീഡ് ചെയ്യണം എന്നാണ് നമ്മുടെ ഒരു വിഷൻ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ഇനിയും പിള്ളേർക്ക് കൊടുക്കുന്നത്. രേവ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാ. ആമ്പിക്കുട്ടി ക്ലാസ് റൂമിലാണ്. രേവ കുറെ കഥയൊക്കെ പറഞ്ഞിരുന്നു ഇവിടെ. അതെ, ഫോണില്ലേ? ആമിക്കുട്ടി എന്താണ് പഠിച്ചത് നമുക്ക് നോക്കാം. അതെ, ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ വായിക്കുന്നു വിചാരിച്ചില്ല കേട്ടാ. കയ്യൊക്കെ ഫസ്റ്റ് ഒക്കെ വീണ് എത്താണ്ടപ്പോഴേ ഞാൻ ഫസ്റ്റിൽ തന്നെ വായിക്കുന്നു വിചാരിച്ചില്ല. കഴിവുകളൊക്കെ ഒളിഞ്ഞിരിക്കണ്ടല്ലേ? അപ്പൊ ഓരോന്നോരോന്നായിട്ട് നമുക്ക് പുറത്തെടുക്കണം അല്ലേ ഓരോ കഴിവുകള്. ഞങ്ങള് നോട്ട് പഠിക്കും, കൊറേ പണിയുണ്ട് ഞങ്ങക്ക്. നമ്മളിനി ഇതുപോലെ എല്ലാ വീക്കിലും അതെ ആമിക്ക് ക്ലാസ്സിന് എല്ലാ വീക്കിലും സാറ്റർഡേ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് അല്ലേ? നമ്മുടെ ആമിക്കുട്ടിക്ക് എടുക്കാം. പിന്നെ ഫുൾ പാക്കേജ് നമുക്ക് ഇപ്പൊ കുട്ടികൾക്ക് മാത്രമല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ഫുൾ ഫാമിലി പാക്കേജ് ആണ് ഇവിടെ. നമ്മുടെ സാർ ഇവിടെ ഉണ്ട്. സാറിന്റെ പേര് പറഞ്ഞില്ല. പ്രവീൺ സദ്ഗമയ എന്നാണ്.
ഇത് നമ്മള് കുണ്ടുമണി അവള് നല്ല കറക്റ്റ് പറഞ്ഞു കൊടുക്കുന്നൊക്കെ അതുപോലെ ഫോളോ ചെയ്യുന്നുണ്ട്. അതാണ് കൈ ഇങ്ങനെ വെക്കുക, അതിങ്ങനെ ഫിംഗർ പൊങ്ങിയ പിള്ളേരൊക്കെ വായിക്കാം. ഇത് ഒതുക്കി വെക്കുക തന്നെ ആള് കറക്റ്റ് വെച്ച് എല്ലാം ക്ലിയറാ. ഭയങ്കര ശ്രദ്ധയാ. അപ്പൊ നമുക്ക് അടുത്ത ആഴ്ച വീഡിയോ ആയിട്ട് വരാം അല്ലെ? അതെ, ഈ ക്ലാസ് ഓരോ ക്ലാസ്സിൽ ഓരോ സോങ് പഠിക്കേണ്ടി വരും.